ഒരാൾക്കൊരു ലക്ഷ്യമില്ല എങ്കിൽ അയാൾ എങ്ങോട്ടൊക്കെയോ ചിതറിപ്പോവും. നേരത്തെ പറഞ്ഞതുപോലെ പരൽമീനുകളൊക്കെ കൊത്താൻ പോകും. ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ മനസ്സ് കുടുങ്ങിപ്പോവും. അർത്ഥമില്ലാത്തൊരു ജീവിതം അയാൾ അങ്ങനെ ജീവിക്കും. അതുകൊണ്ട് അവനവൻ്റെ ഒരു അർത്ഥം എന്താണ്, കോളിംഗ് എന്താണ്, അതാണ് കുറച്ചുകൂടെ നല്ല വേർഡ്. അതാണ് നമ്മുടെ ഒരു കോളിംഗ് എന്താണ്. ഒരു നദി ഇങ്ങനെ ഒഴുകുമ്പോൾ നദിയെ ഒരാൾ വിളിച്ചതുകൊണ്ടാണ് പോകുന്നത്. ആരാണത്? കടലാണ്. കടൽ വിളിച്ചതുകൊണ്ടാണ് നദി ഇങ്ങനെ ഒഴുകുന്നത്, പൊയറ്റിക്കായിട്ട് പറഞ്ഞാൽ. കാരണം എല്ലാ നദികളും പോകുന്ന അങ്ങോട്ടാണ്. നേരത്തെ നമ്മൾ ഗംഗയെ കുറിച്ച് പറഞ്ഞില്ലേ, ഗംഗയുടെ പേര് ഗംഗ എന്നാണ് എല്ലാ സ്ഥലത്തും. പക്ഷെ ഒരു സ്ഥലത്ത് മാത്രം അതിന് വേറെ പേരാണ്. ഗംഗയുടെ പ്രത്യേകത അതിങ്ങനെ പരന്നൊഴുകുന്ന നദിയാണ്. പക്ഷെ ഒരു സ്ഥലത്ത് മാത്രം അത് പരന്നൊഴുകൂല, അതിങ്ങനെ ചേർന്നൊഴുകും. അതെവിടെയാണെന്നറിയാം? ബംഗാളിൽ. അതുകൊണ്ട് ബംഗാളിൽ ഗംഗയുടെ പേര് ഗംഗ എന്നല്ല, ഹൂഗ്ലി എന്നാണ്. അവിടെ എത്തുമ്പോൾ ഗംഗ ഇങ്ങനെ ചേർന്നൊഴുകാനുള്ള കാരണം, പരന്നൊഴുകിയിരുന്ന ഗംഗ ഇങ്ങനെ ബംഗാളിൽ എത്തുമ്പോൾ ഇങ്ങനെ ചേർന്നൊഴുകാനുള്ള കാരണം അതിന്റെ ലക്ഷ്യം എത്താനായി എന്നുള്ളതുകൊണ്ടാണ്. ബംഗാൾ ഉൾക്കടൽ, മനസ്സിലായില്ലേ? കുറച്ചുകൂടെ ഇങ്ങനെ കൺവേർജ് ചെയ്യുമ്പോഴാണ്, പരന്നൊഴുകുമ്പോഴല്ല, പരന്ന് ഇങ്ങനെ പോകുമ്പോഴല്ല, കുറച്ചുകൂടെ ഒരു കാര്യത്തിൽ ഇങ്ങനെ കൺവേർജ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. ഇല്ലെങ്കിൽ എത്തൂല, നമ്മൾ വേറെ എങ്ങോട്ടെങ്കിലും പോകും. ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ മനസ്സ് കുറിയും. പോയിന്റ് മനസ്സിലായോ അല്ലേ? രണ്ടാമതായി അമ്മൂമ്മ പറഞ്ഞത് ഒരു വലിയ സാന്നിധ്യത്തെ കുറിച്ചാണ്. ഈശ്വരൻ. ലോകത്ത് എന്തുമില്ലാതെയും ജീവിക്കാം, പക്ഷെ അയാളോട് കണക്ഷൻ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. എനിക്ക് പറ്റില്ല. അങ്ങനെ അല്ലാത്ത ആളുകളുണ്ടാവാം, അത് അവരുടെ വിശ്വാസവും ആദർശങ്ങളൊക്കെയാണ്, അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. എനിക്ക് പറ്റില്ല, ഒരു നിമിഷം പോലും പറ്റില്ല. മദർ തെരേസ പറഞ്ഞതുപോലെ നമ്മളൊക്കെ മൂപ്പരുടെ കയ്യിലെ പെൻസിലാണടാ, അല്ലേ? ഒരു പേപ്പറിൽ നമ്മളിങ്ങനെ കുറെ ആണി വിതറി വെച്ചിട്ട്, ആണി ഇങ്ങനെ വെച്ചിട്ട് താഴെ ഒരു കാന്തം ഇങ്ങനെ ചലിപ്പിച്ചാൽ എന്താ സംഭവിക്കുക? ആ കാന്തം പോകുന്ന വഴിയിലൂടെയൊക്കെ ആണിയും ഇങ്ങനെ പോകുന്നത് കണ്ടില്ലേ? അതാണ് ആ സാന്നിധ്യം. ആകാശത്ത് നിന്ന് ദൈവവുമായുള്ളൊരു കണക്ഷനും ഭൂമിയിലൊരു ചങ്ങാതിയുമില്ലാതെ ഈ കുഞ്ഞു ജീവിതം സാധ്യമല്ല. ആകാശത്തിൽ പഠിച്ചവും വേണം, ഭൂമിയിൽ ചങ്ക് പറിച്ചു തരുന്നൊരു ചങ്ങാതിയും വേണം. അല്ലാതെ മനുഷ്യന്റെ ജീവിതം, ഈ കുഞ്ഞു ജീവിതം സാധ്യമാകുമെന്ന് എനിക്ക് തോന്നില്ല. എനിക്ക് തോന്നുന്നുണ്ടോ? അത് രണ്ടുമില്ലാതെ പറ്റൂലടാ, അല്ലേ? നമ്മുടെ കേരളത്തിലൊരു സന്യാസിയുണ്ട്. സന്യാസിയല്ല, ഒരു പൂജാരിയായിരുന്നു, ഒരു ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു. അദ്ദേഹത്തിന് ഈ ക്ഷേത്രത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു പെൺകുട്ടിയോട് വല്ലാത്തൊരു പ്രണയമായി. അവൾക്ക് തിരിച്ചുണ്ടായി. ഒരു ദിവസം രാത്രി അവളുടെ വീട്ടിലേക്ക് ചെല്ലാം, കാണാൻ ചെല്ലാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വാക്ക് കൊടുത്തിരുന്നു. അങ്ങനെ അവളെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇറങ്ങി. നല്ല മഴയായിരുന്നു, ഒരു പുഴ കടന്നു പോകണം. പുഴയിലേക്ക് ഇങ്ങനെ കാല് വെച്ചപ്പോൾ തന്നെ നല്ല ഒഴുക്കാണ്. എങ്ങനെ അക്കരെ എത്തുമെന്ന് യാതൊരു പിടുത്തമില്ല. അപ്പോഴാണ് കുറേ എന്തൊക്കെയോ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ആ ഒഴുകി വരുന്ന കൂട്ടത്തിലെ എന്തിനെയോ ഒന്നിനെ പിടിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ തുഴഞ്ഞ് അക്കരെ എത്തി. അക്കരെ എത്തിയതിനു ശേഷമാണ് ആ പിടിച്ചുകൊണ്ട് വന്ന സാധനത്തെ പുഴയിലേക്ക് തന്നെ ഇങ്ങനെ തള്ളിയിട്ടപ്പോഴാണ് അതെന്തോ ഒരു കൈ എന്നതുപോലെ ഇങ്ങനെ മുഖത്തടിച്ചത്. അതേ ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോഴാണ് സംഗതി ശരിയായിരുന്നു, അത് മരിച്ച ഒരാളുടെ ശരീരമായിരുന്നു. അവളുടെ വീട് കുറച്ച് ഉയരത്തിലാണ്. ആ ഉയരത്തിലേക്ക് അദ്ദേഹം ഇങ്ങനെ കയറി പോകുമ്പോഴാണ് എന്തോ ഒരു വള്ളി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കണ്ടത്. അതിൽ പിടിച്ച് അക്കരെ എത്തി, മുകളിലെത്തിയതിനു ശേഷം ആ വള്ളി താഴേക്ക് തന്നെ ഇട്ടപ്പോഴാണ് ഒരു ഉഗ്ര ശബ്ദമായി മാറിയത്. അതൊരു പാമ്പായിരുന്നു. സാങ്കല്പിക കഥയാണ് കേട്ടോ. ഈ രണ്ട് കാര്യവും അവളോട് ചെന്നിട്ട് പറഞ്ഞു. എന്തോ മരത്തടിയാണ് എന്ന് കരുതി പിടിച്ചത് മരിച്ചൊരു മനുഷ്യന്റെ ശരീരമായിരുന്നു.
എൻ്റെ പ്രിയപ്പെട്ടവളെ, വള്ളി എന്ന് കരുതി പിടിച്ചത് ഒരു പാമ്പുമായിരുന്നു. അപ്പൊ അവള് ചോദിച്ചു, എന്നിട്ട് നിങ്ങൾക്ക് പേടിയായില്ലേ? പേടിയായില്ലേ? അയാൾ പറഞ്ഞില്ല, ഒട്ടും ഇല്ലടാ, ഒട്ടും പേടിയില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? എന്തുകൊണ്ടാ? എന്നോടുള്ള പ്രണയം കൊണ്ട്. എന്നോടുള്ള പ്രണയം കൊണ്ടാ. നിങ്ങൾ ഇത്രയും കാലം ആരാധിച്ചു കൊണ്ടിരുന്ന, പൂജിച്ചു കൊണ്ടിരുന്ന ഈശ്വരനോടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രണയമെങ്കിൽ നിങ്ങൾ ഈ ലോകത്ത് എത്ര പേടില്ലാത്തൊരു മനുഷ്യനായിട്ടുണ്ടാവും. ഒറ്റ പെൺകുട്ടിയുടെ ചോദ്യമാണ് ആ മനുഷ്യന്റെ ജീവിതം മാറി മാറി വില്ലുമംഗലം എന്നൊരു സന്യാസിയായിട്ട് മാറി എന്നാണ് കഥ. വിജയം എന്നാണല്ലോ നിങ്ങളുടെ നമ്മുടെ ടോക്കിന്റെ ടോപ്പിക്ക്. ഒരു കുട്ടിയുടെ കഥ ഓർമ്മയുണ്ട്. അവനിങ്ങനെ ചെറിയ സ്കൂളാണ്, സ്കൂളിലെ സ്പോർട്സ് മത്സരമൊക്കെ നടക്കുകയാണ്. ഇവൻ എന്തൊക്കെയോ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ഓട്ട മത്സരത്തിൽ ഇങ്ങനെ പങ്കെടുക്കാൻ നിൽക്കുമ്പോഴാണ് ഇവനിങ്ങനെ കൈകൾ ഉയർത്തിയിട്ട് കണ്ണ് ചെമ്മിയിട്ടൊക്കെ ഭയങ്കര പ്രാർത്ഥന ദൈവത്തോട്, ഭയങ്കര പ്രാർത്ഥന. അങ്ങനെ ഓട്ട മത്സരം തുടങ്ങി അവൻ തോറ്റുപോവുകയും ചെയ്തു. തോറ്റു എന്ന് മാത്രമല്ല, നന്നായി തോറ്റു. 3-ാം സ്ഥാനവും 4-ാം സ്ഥാനമൊക്കെയാണ് കിട്ടിയത്. ആകെ 5 ആളുകൾ. അവനിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ടീച്ചർ ഓടി വന്നിട്ട് അവനെ ആശ്വസിപ്പിച്ചത്. സാരല്ല കേട്ടോ മോനെ, മോൻ അത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും തോറ്റുപോയല്ലേ, സാരല്ല, അടുത്ത മത്സരത്തിൽ ജയിക്കാം എന്നൊക്കെ ടീച്ചർ അവനെ ഇങ്ങനെ ആശ്വസിപ്പിച്ചു. അപ്പോൾ അവൻ ടീച്ചറെ നോക്കിയിട്ട് പറഞ്ഞാണ്, ടീച്ചറെ, ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ടല്ല പ്രാർത്ഥിച്ചത്, പിന്നെയോ തോറ്റാലും കരയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്. ടീച്ചർ നോക്ക്, ഞാൻ കരയുന്നുണ്ടോ? ടീച്ചർ നോക്ക്, ഞാൻ കരയുന്നുണ്ടോ? ടീച്ചർ അവനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നീയാണ് ജയിച്ചത്. ജയിക്കുമ്പോൾ മാത്രമല്ല, തോൽക്കുമ്പോൾ കരയാതിരിക്കാൻ കൂടിയുള്ള ഒരു കരുത്തിലേക്കും ആർജവത്തിലേക്കുമുള്ള ഒരാളുടെ വളർച്ചയുടെ കൂടി പേരാണ് വിജയം. അതിന് അയാൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ആകാശത്തൊരു പടച്ചോനും വേണം, ഭൂമിയിൽ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു ചങ്ങാതിയും വേണം. തോറ്റാലും നമ്മെ കൈവിടാതിരിക്കുകയും നമ്മെ ഇങ്ങനെ അണച്ചു പിടിക്കുകയും ചെയ്യുന്ന ഒരാൾ വേണം. ഒരാളുടെ ചൂട് വേണം, അല്ലാതെ പറ്റില്ല. ഓക്കെ, മൂന്നാമതായിട്ട് മുത്തശ്ശി പറഞ്ഞു കൊടുത്തത് എന്താണെന്നറിയോ? മുത്തശ്ശി ഇങ്ങനെ അവൻ ആ പെൻസിൽ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മോനെ ഇങ്ങോട്ട് നോക്ക്, ഈ പെൻസിലിന്റെ പുറത്ത് കാണാൻ നല്ല ഭംഗിയുള്ള, അതിൽ ഒരു മരം കൊണ്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ആകൃതിയൊക്കെ ഉണ്ട്, ഒരു ഷേപ്പൊക്കെ ഉണ്ട്. പക്ഷെ ഇതല്ല മോനെ പെൻസില്. പെൻസിൽ എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിലുള്ള ഗ്രാഫൈറ്റ് ആണ്. ആ ഗ്രാഫൈറ്റ് ഇല്ല എങ്കിൽ ഇതിന്റെ പേര് പെൻസിലല്ല. ആ ഗ്രാഫൈറ്റ് ഇല്ല എങ്കിൽ ഇതുകൊണ്ടൊരു കാര്യവും നടക്കില്ല. അതുകൊണ്ട് മുത്തശ്ശി മോന് പറഞ്ഞു കൊടുത്തു, അകത്താണ് കാര്യം, ഉള്ളിലാണ് കാര്യം എന്ന് പറഞ്ഞു. നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഉപേക്ഷിച്ച് കിടക്കുന്ന ചില പാത്രങ്ങളുണ്ടാവും, അല്ലെ? പൊട്ടിക്കിടക്കുന്ന കുപ്പിയൊക്കെ ഉണ്ടാവും. നല്ല കുപ്പിയായിരിക്കും, അതിന്റെ ചെറിയ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ടാവും. അതുകൊണ്ട് അത് എവിടെയെങ്കിലുമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും നമ്മൾ. ആ കുപ്പി ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ നല്ല കളറൊക്കെ കൊടുത്തിട്ട് ഇപ്പൊ അങ്ങനെ ചെയ്യാറില്ലേ? ബോട്ടിൽ ആർട്ട് അല്ലേ? കള്ളും കുപ്പി പെറുക്കിയിട്ട് എന്നോട്, ഞാൻ ഈ അടുത്ത് നമ്മുടെ ഒരു കുടുംബ വീട്ടിൽ ചെന്നപ്പോഴേ മോളെ കുറിച്ച് അച്ഛൻ പറഞ്ഞാണ്, ഓള് രാവിലെ ഇറങ്ങിയിട്ട് കള്ളും കുപ്പിയൊക്കെ പെറുക്കിക്കൊണ്ടിരുന്നു പറഞ്ഞു. കുറെ കുപ്പിയൊക്കെ പെറുക്കി കൊണ്ടുവന്നിട്ട് കളറൊക്കെ കൊടുത്തില്ലേ? എന്ത് രസമാണത്. ചിലർ കളിയാക്കുകയൊക്കെ ചെയ്യും. എന്തിനാ കളിയാക്കുന്നത്? എന്ത് രസമുള്ളൊരു ആർട്ടാണത്. ഒരാൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അയാൾക്ക് ഉണ്ടാകുന്ന ഒരു സംതൃപ്തി എന്തൊരു മനോഹരമാണ്. അയാൾ അനുഭവിക്കുന്ന ഒരു ബ്ലിസ് ഫീൽ എന്നൊക്കെ പറയുന്നത് അല്ലേ? അതൊക്കെ തന്നെ നേരത്തെ പറഞ്ഞ മീനിങ്, നമ്മുടെ ഉള്ളിലുള്ള തീപ്പൊരി എന്നൊക്കെ പറയുന്നത്. എന്താണോ നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ, നമ്മുടെ മനസ്സ് ഹാപ്പി ആവുന്ന കാര്യങ്ങൾ ഒരാൾ ചെയ്തുകൊണ്ടിരിക്കില്ല. കൈവിരലിന്റെ തുമ്പിൽ പടച്ചോനെ ഇങ്ങനെ നിക്ഷേപിച്ചു വെച്ചിട്ടുള്ള ഒരു ആർട്ടുണ്ട് അല്ലേ? ആർട്ട് ഉള്ളിലുള്ള ഒരു മനുഷ്യൻ അത് വലിയൊരു സ്ട്രെസ് റിലീവർ ആണെന്നാണ് പറയുന്നത്. ഒരാർട്ടും ഇല്ലാത്ത ഒരാളെക്കാളും സങ്കടങ്ങളെ അതിജീവിക്കാൻ ഉള്ളിലൊരു ആർട്ടുള്ള ആൾക്ക് കഴിയുമെന്നാണ് പറയുന്നത്.
എർത്ത് എന്നെങ്ങനെയാ ഇംഗ്ലീഷിൽ എഴുതുക? EARTH അല്ലേ? അതിന് നടുവിൽ ആർട്ടാണ്. ഈ കഴിഞ്ഞാൽ പിന്നെ ആർട്ടാണ്, പിന്നെ അവസാനമാണ് എച്ച്. ഇതിൽ നിന്ന് ആർട്ട് ഇല്ലാതായി പോയല്ലേ പിന്നെ ഇയും എച്ചും മാത്രമേ ഉള്ളൂ. ഒരു ചോദ്യചിഹ്നം മാത്രമാവും ഭൂമി. ആർട്ടില്ലെങ്കിലേ എർത്ത് ഒരു ചോദ്യചിഹ്നം മാത്രമാവും. അതുകൊണ്ട് ഉള്ളിലുള്ള എല്ലാ ആർട്ടിനെയും ഒരാളിങ്ങനെ പൊടി തട്ടിയിട്ട് എടുക്കണം. അങ്ങനെയാണ് കുപ്പിക്ക് ഇങ്ങനെ പെയിന്റ് അടിച്ചിട്ട് ആ കുപ്പിയിൽ ഒരു ചെടി ഇങ്ങനെ നട്ടു വളർത്തുകയാണ്. അവിടെ കിടന്ന കുപ്പിയായിരുന്നു, ഉപേക്ഷിക്കപ്പെട്ട ഒരു ചളുങ്ങിയ കുപ്പിയായിരുന്നു. അപ്പൊ അതിന്റെ പേര് ചളുങ്ങിയ കുപ്പി എന്നാണ്. പക്ഷെ അതിൽ വെള്ളം നിറച്ചിട്ട് അതിലൊരു ചെടി ഇടുന്നതോടുകൂടി ആ കുപ്പിയുടെ പേരെന്തായി? ചെടിച്ചട്ടി എന്നായി, അല്ലെങ്കിൽ പൂപാത്രം എന്നായി. ചളുങ്ങിയ ഒരു പാത്രം, ഒരു ചെടി വന്നതോടുകൂടി അതിന്റെ പേരെന്തായി? പൂപാത്രമായിട്ട് മാറി. അതേപോലെയാണ് ഉള്ള്. അതങ്ങനെ ഒരു പോട്ടിലാണ് നമ്മുടെ മനസ്സ്, ഹൃദയം എന്നൊക്കെ പറയുന്നത്. അതിൽ നമ്മൾ എന്താണോ നിറക്കുന്നത് അതിനനുസരിച്ച് അതിന്റെ പേര് മാറൂടാ. എന്താണോ കൊണ്ടുപോയി നിറക്കുന്നത് അതേപോലെ. ഒരു ചൂളയിലേക്ക് എന്ത് കൊണ്ടുപോയി ഇട്ടാലും അതങ്ങനെ കത്തിപ്പടരും അല്ലേ? എന്താണ് ഇടുന്നത് എന്ന് നല്ലോണം ചിന്തിക്കണം. അതേപോലെയാണ് മനസ്സ്. നമ്മൾ എന്താണ് കൊണ്ടുപോയി ഇടുന്നത് എന്ന് എപ്പോഴും നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം. ഉള്ളാണ് പ്രധാനം, പുറത്തേക്കാളും പ്രധാനം അതാ. പക്ഷെ നമ്മുടെ ഈ പുറം ഉണ്ടല്ലോ, അതിനെയും നമ്മൾ നല്ലോണം സ്നേഹിക്കണം. യാതൊരു സംശയവും അതിനില്ല. നമ്മൾ എങ്ങനെയാണോ അങ്ങനെ നമ്മൾ നമ്മളെ ആഘോഷിക്കണം. നമുക്ക് നമ്മുടെ പോരായ്മകൾ എന്ന് തോന്നുന്നതൊക്കെ ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ നല്ലോണം ആഘോഷിക്കേണ്ടത്. കണ്ണാടിയുടെ മുമ്പിലൊക്കെ നമ്മൾ ചെന്ന് നിന്നാൽ നമ്മളിങ്ങനെ സൂം ചെയ്ത് നോക്കാറുള്ളത്, പിന്നെയും പിന്നെയും നോക്കാറുള്ളത് നമുക്ക് അത്ര ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങളായിരിക്കും. ആളുകൾ കണ്ടാൽ എന്താണ് വിചാരിക്കുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് നമുക്ക് അത്ര ഇഷ്ടമില്ലാത്ത മുഖത്തൊരു ചെറിയ കലയുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളിലേക്കാണ് നമ്മളിങ്ങനെ സൂം ചെയ്യുക. വേറെ ആരെങ്കിലും നമ്മളെ അങ്ങനെ സൂം ചെയ്ത് നോക്കുന്നുണ്ടാവോ? ഉണ്ടാവില്ല. ഉണ്ടാവും. ആരാ നോക്കുന്ന ആൾക്കാരുണ്ട്? ആരാ? ഇങ്ങനെ മറ്റേ സുരാജ് പറഞ്ഞില്ലേ, ഇങ്ങനെ കാട്ടിയാൽ മതി എന്ന് പറഞ്ഞില്ലേ, ആൻഡ്രോയിഡ് കുഞ്ഞപ്പല്ലേ, ഇങ്ങനെ കാട്ടിയാൽ മതി നല്ലോണം വലുതായിട്ട് വായിക്കാം എന്ന് പറയുന്നത്. അതേപോലെ നമ്മളെ ഇങ്ങനെ പിന്നെയും പിന്നെയും സൂം ചെയ്ത് നോക്കുന്ന ചില ആൾക്കാരുണ്ട്. അതാരാണെന്നറിയോ? നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ആൾക്കാരാണ്.